പ്രോഡക്റ്റിൻ്റെ ലൈറ്റ് വെയ്റ്റും അതിൻ്റെ സ്ട്രെങ്തും അതൊക്കെ കണ്ടപ്പം മനസ്സിലായി. ചൂട് വളരെയധികം കുറവാണ്. സ്കിൻ്റെ ഇഷ്യൂസോ ബ്രേക്കേജസിൻ്റെ ഇഷ്യൂസോ അങ്ങനെയൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു മഴക്കാലം കടന്നുപോയി, നല്ലൊരു ചൂടുകാലവും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ധന്യ. എൻ്റെ വീട് ചെങ്ങന്നൂരിനടുത്ത് ഓതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെങ്ങന്നൂരിനും തിരുവല്ലയിനും അടുത്തായിട്ടുള്ള ഓതറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ വീട് കൺസ്ട്രക്ട് ചെയ്ത് താമസം തുടങ്ങിയിട്ട് ഒരു 7-8 മാസമായി. അപ്പോൾ വീടിൻ്റെ റൂഫിങ്ങിൻ്റെ കാര്യം വന്നപ്പോൾ ആർക്കിടെക്റ്റ് ബേസിക്കലി ചെയ്ത ഡിസൈനും ട്രസ് വർക്ക് ചെയ്ത് ട്രസ് വർക്കിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓട് പാകുന്ന രീതിയിലുള്ള ഡിസൈനായിരുന്നു. അപ്പോൾ സാധാരണ ഈ നാടൻ ഓട് ഞങ്ങൾ അത്ര പ്രിഫറബിൾ ആയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നാടൻ ഓട് ചെയ്തിട്ട് വളരെ കുറച്ച് നമ്മുടെ ഈ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് പായൽ പിടിക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് പിന്നെ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് നാടനോട്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ സെറാമിക് ഓടായിരുന്നു. സെറാമിക് ഓടിനെ പറ്റി ചിന്തിച്ചപ്പം വളരെ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. പിന്നെ മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യൽ ലുക്കും വരും. എഗെയിൻ മെയിൻ്റനൻസ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം വരും. വളരെ കോമൺ ആണ്. അങ്ങനെ കുറച്ച് ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് യൂട്യൂബ് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഈ നാനോ സെറാമിക് കോഡിനെ പറ്റി ഒരു പുതിയ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ പരിചയപ്പെട്ടത്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളുമൊക്കെ അവരുടെ ഒരു യൂട്യൂബ് ചാനലിലോ നെറ്റിൽ നിന്ന് തന്നെയാണ് പലതും കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടും നല്ലതായിട്ട് തോന്നി. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കൂടുതലായിട്ട് യൂട്യൂബ് ചാനൽസിലും മറ്റും കൂടുതലായിട്ട് സെർച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ വളരെ കൺവിൻസ്ഡ് ആയിട്ടൊരു താല്പര്യം തോന്നിയത് കൊണ്ടാണ് ഏറ്റവും അവസാനമാണ് ഇവരുടെ ഡീലേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തതും. പിന്നെ അവർ പ്രോഡക്റ്റിൻ്റെ പല വേരിയൻസ് ഉൾപ്പെടെ എല്ലാം നമ്മുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി കുറേയധികം റിസർച്ച് ചെയ്തെല്ലാം മനസ്സിലാക്കിയിരുന്നതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ നേരിട്ട് ഒന്ന് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയപ്പം അത് എല്ലാം കറക്റ്റാണെന്നുള്ളത് ഈ പ്രോഡക്റ്റിൻ്റെ ലൈറ്റ് വെയ്റ്റും അതിൻ്റെ സ്ട്രെങ്തും അതൊക്കെ കണ്ടപ്പം മനസ്സിലായി. പിന്നെ നമ്മളിവിടെ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് അന്ന് ഇവരുടെ ഏറ്റവും പുതിയ വേർഷനായിട്ടുള്ള EU2 എന്ന് പറയുന്ന കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റ്, പുതിയ വേരിയൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് യൂസ് ചെയ്തിരുന്നത്. കോഫി ബ്രൗൺ ഷെയ്ഡ് കൂടാതെ 2-3 ഷെയ്ഡ്സ് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ നമ്മുടെ വീടിൻ്റെ മൊത്തം ഡെക്കോറുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഒരു കോഫി ബ്രൗൺ ഇതായതുകൊണ്ട് അതാണ് ചൂസ് ചെയ്തത്. ഏകദേശം 2800 സ്ക്വയർ ഫീറ്റോളം ഡ്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് ഓട് ലേ ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓട് പാകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഫിക്സേഷൻ മുഴുവൻ ഇതിൻ്റെ ആ ലോക്കിൽ ബേസ്ഡ് ആയിട്ടാണ്. 4 ലോക്കുണ്ട്, 4 സെറ്റ് ഓഫ് ലോക്കുണ്ട്. അപ്പോൾ ഈ 4 സെറ്റ് ഓഫ് ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് രീതിയിൽ നമ്മൾ ലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു അനക്കവും ഇല്ലാതെ നല്ല പെർഫെക്റ്റ്ലി ഉള്ള ഫിക്സേഷൻ നമുക്ക് കിട്ടും. പിന്നെ ഞങ്ങൾ ഓട് ലേ ചെയ്യിച്ചത് ടെക്നിക്കലി ഇവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്ത് നാനോ സെറാമിക് ഓട് ലേ ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീം ഉണ്ടായിരുന്നു. അവരാണ് ചെയ്തത്. അപ്പോൾ ഈ ലോക്കിംഗ് സിസ്റ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരുകയും ചെയ്തു. നമ്മൾ തന്നെ അത് ലേ ചെയ്ത് കഴിഞ്ഞിട്ട് റൂഫിലും നോക്കിയിട്ട് ഇടയ്ക്ക് ലീക്ക് വരാൻ സാധ്യതയുണ്ടോ, ഈ ലേ ചെയ്തതിന് ശേഷം ഇതിന് അനക്കമുണ്ടോ, അതൊക്കെ നോക്കിയിരുന്നു. വളരെ പെർഫെക്റ്റ്ലി ഫിക്സേഷനായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ലുക്കാണ്. നമ്മൾ സാധാരണ നാടനോടും സെറാമിക് ഓടും ഒക്കെ കണ്ട് മടുത്ത് ഒരുപാട് വീടുകളിൽ നമ്മൾ റോഡിൽ കൂടെ നമ്മൾ കാറിൽ പോകുമ്പോൾ തന്നെ 2 സൈഡിലുള്ള ഒരുപാട് വീടുകളിൽ ഈ 2 ടൈപ്പ് ഓടും ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ നാനോ സെറാമിക് അത്ര കണ്ടിട്ടില്ല. അതിൻ്റെ ആ ഒരു പുതുമയും ആ ഒരു ഫിനിഷും അതിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഒരു ഓടിന് ഏകദേശം 400 ഗ്രാം വെയിറ്റേ ഉള്ളൂ. അപ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം നമ്മുടെ ഈ ട്രസ് വർക്ക്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്രയധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് റൂഫ്. അപ്പം ഈ എൻ്റെയർ വെയിറ്റ് നമ്മുടെ ട്രസ് വർക്കിലാണ് താങ്ങുന്നത്. അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ചൂട് വളരെയധികം കുറവാണ്. പിന്നെ ഞങ്ങളുടെ കേസിൽ ഈ ട്രസ് വർക്കിൻ്റെ താഴെ കോൺക്രീറ്റ് റൂഫുണ്ട്. അതുകൊണ്ട് ചൂടിൻ്റെ വലിയൊരു പ്രശ്നമില്ല. എന്നാലും മൊത്തത്തിൽ വീടിൻ്റെ അകത്തെ അറ്റ്മോസ്ഫിയർ വളരെ ഒരു കംഫർട്ടബിളാണ്, സ്ട്രെങ്ത് ആണ്. അങ്ങനെ ഇവിടെ ഇപ്പം നിയർലി 1 വർഷത്തോളമായി ഓട് ലേ ചെയ്തിട്ട് അങ്ങനെ ലീക്കിൻ്റെ ഇഷ്യൂസോ ബ്രേക്കേജസിൻ്റെ ഇഷ്യൂസോ അങ്ങനെയൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു മഴക്കാലം കടന്നുപോയി, നല്ലൊരു ചൂടുകാലവും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ കളറിൻ്റെ കാര്യത്തിലും ഫേഡിങ്ങും ഒന്നും ഇതേവരെ നോട്ട് ചെയ്തിട്ടില്ല. നല്ലൊരു മഴക്കാലവും ചൂടുകാലവും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അപ്പം ഇതുവരെയുള്ള സർവീസിലും കാര്യങ്ങളിലും പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസിലും എല്ലാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഒരു പുതിയ പ്രോഡക്റ്റ് എന്ന രീതിയിലും അതിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് ഞാനതിനെ നന്നായി റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.